വെൽക്കം ടു VMC മലയാളം. ഞാൻ സീമ സുഭാഷ്. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകരുമായി ഞാൻ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന അംശം എന്താണെന്ന് വെച്ചാൽ ആത്മാവിൻ്റെ പരിണാമക്രമങ്ങളെ കുറിച്ചാണ്. അതായത് നമ്മൾ ഈ മനുഷ്യ ശരീരത്തിൽ ഇപ്പോൾ നമ്മളുടെ ഉള്ളിലൊക്കെയുള്ള ഈ ആത്മാവ് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് 84 ലക്ഷം ജീവരാശികളായി ജന്മമെടുത്തതിന് ശേഷമാണ് അവസാനമാണ് മനുഷ്യനായി ജനിക്കുന്നത്, മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. സോ ഈ 84 ലക്ഷം ജീവരാശികൾ എന്ന് പറഞ്ഞാൽ ആദ്യം കല്ലുകളായും പിന്നെ അതായത് ഖനിജ സാമ്രാജ്യമുണ്ട്, വൃക്ഷ സാമ്രാജ്യം, ജന്തു സാമ്രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ജന്മങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ലാസ്റ്റാണ് ഈ ഒരു മാനവ സാമ്രാജ്യത്തിലേക്ക് എൻ്റർ ആവുന്നത്. സോ ഇവിടെ എൻ്റർ ആയതിനു ശേഷം നമ്മൾ ഒരുപാട് ജന്മങ്ങൾ എടുക്കുകയാണ്. അതായത് 400 മുതൽ 600 വരെ, പലപ്പോഴും അത് 800 വരെ മനുഷ്യ ജന്മങ്ങൾ എടുക്കാറുണ്ട്. അത് എടുക്കുന്നത് ഓരോ ദശകളിലൂടെയാണ്. അതായത് ആദ്യം ഈ ആത്മാവ് ഈ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശൈശവ ആത്മാവായിട്ടാണ് അത് ഉണ്ടാവുക, മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ. സോ ഈ ശൈശവാത്മാവ് എന്താണ്, പിന്നെ അതിൽ നിന്ന് ആ ഒരു ശൈശവാത്മാവ് കുറേ ജന്മങ്ങൾ അങ്ങനെ എടുക്കും. അതിനുശേഷമാണ് ബാല്യാത്മാവ്, അതിനുശേഷം യൗവന ആത്മാവായിട്ട് അങ്ങനെ കുറേ ജന്മങ്ങൾ, പിന്നെ പ്രൗഢാത്മാവായിട്ട് കുറേ ജന്മങ്ങൾ, അതിനുശേഷം വൃദ്ധാത്മാവായിട്ട് കുറേ ജന്മങ്ങൾ, അതിനുശേഷം വിമുക്താത്മാവായിട്ട് കുറച്ച് ജന്മങ്ങൾ, അതിനുശേഷമാണ് അവസാനത്തെ 7ാമത്തേതാണ് സർവാത്മാവ്. സോ എന്താണ് ഈ ഓരോ ആത്മാവിൻ്റെ സ്ഥിതികൾ എന്താണ്, അതിൽ ഓരോ മനുഷ്യൻ്റെ ശരീരത്തിലേക്കും ഈ ആത്മാവ് പ്രവേശിക്കുമ്പോൾ ആ ആത്മാവിൻ്റെ സ്ഥിതിക്ക് അനുസരിച്ച് ഓരോ മനുഷ്യൻ്റെയും സംസ്കാരവും അവരുടെ ആലോചനകളും ബുദ്ധിയും പ്രവൃത്തികളും എങ്ങനെ ഉണ്ടായിരിക്കും. അതായത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന് അനുസരിച്ച്, ഒരു വ്യക്തിയുടെ സംസ്കാരങ്ങൾക്കനുസരിച്ച്, ഒരു വ്യക്തിയുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ആ വ്യക്തിയിലുള്ള ആത്മാവിൻ്റെ ചൈതന്യസ്ഥിതി ലോ ഫ്രീക്വൻസി ആണോ ഹൈ ഫ്രീക്വൻസി ആണോ എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആഴത്തിലുള്ള മഹാരഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, ആദ്യമായിട്ട് ശൈശവ ആത്മാവ്. ശൈശവ എന്ന് പറയുന്നത് ശിശുവിന് എന്തെങ്കിലും അറിയാം. ഇപ്പോൾ ജന്മം എടുത്തിട്ടുള്ള, പ്രസവത്തിൽ നിന്നും പ്രസവത്തിലൂടെ പുറത്തു വന്നിട്ടുള്ള ആ കൊച്ചു കുഞ്ഞിന് വല്ലതും അറിയോ? അതിനെ നമ്മൾ തന്നെ കെയർ ചെയ്യണം, എല്ലാം നമ്മൾ തന്നെ കൊടുക്കണം. അതായത് അതിന് ശബ്ദം കേട്ടാലും ഒക്കെ ഭയങ്കര പേടിയാണ്. അതായത് ജന്മന ഭീരുക്കളാണ് ശൈശവാത്മാക്കൾ. അതുകൊണ്ട് തന്നെ ഇവർ മനുഷ്യന്മാരിൽ നിന്നും, അതായത് ഈ ബാഹ്യപ്രപഞ്ചങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ദൂരത്ത്, അതായത് ഡീപ്പ് ഫോറസ്റ്റിലൊക്കെ ആദിവാസികളായിട്ട്, അതായത് മറ്റുള്ളവരെ വേറൊരു ജാതിയിൽപ്പെട്ടവർ അല്ലെങ്കിൽ വേറെ നമ്മളെ പോലെയുള്ള മനുഷ്യന്മാരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ കൊല്ലും. അവർക്ക് പേടിയാണ്, ശബ്ദങ്ങളെ പോലും പേടിയാണ്. അതായത് അവർക്ക് കിടന്നുറങ്ങുക അത് മാത്രമേ അറിയുള്ളൂ. അതിനായിട്ട് അതായത് വിശക്കുന്നതിന് ആഹാരത്തിന് വേണ്ടി വേട്ടയാടുക, പിന്നെ അവരുടെ കുടുംബം അങ്ങനെയായിട്ട് ആ ഒരു ഒതുങ്ങിക്കൂടി കഴിയുന്നത്. ഒരിക്കലും അവർ മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യില്ല, ഒരിക്കലും ആരെയും വിശ്വസിക്കാൻ അവർ തയ്യാറല്ല. അതിനുള്ളൊരു ശ്രമം പോലും അവരിൽ നിന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരുടെ ഇടയിൽ നിന്നൊക്കെ ഒരുപാട് ദൂരമായിട്ടാണ് അവർ ജീവിക്കുക. ഇങ്ങനെ ഒരു 40ഓളം ജന്മങ്ങൾ എടുക്കുമെന്നാണ് പറയുന്നത് ശൈശവാത്മാവിൽ. അതായത് ശിശു ഒന്നും അറിയാത്ത സ്ഥിതി, ഒന്നും പഠിക്കാൻ അറിയാത്ത, ആര് പഠിപ്പിച്ചാലും അവർക്കത് പറ്റില്ല. അത് അത്രയും കുഞ്ഞു സ്ഥിതിയാണത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിലൊരു 40ഓളം ജന്മങ്ങൾ അവർ എടുക്കാറുണ്ട്. ഈ ഒരു സ്ഥിതിയിൽ ആ ഒരു ചൈതന്യം എന്നുള്ളത് മൂലാധാര ചക്രസ്ഥിതി ആയിരിക്കും ഇവരുടെ. സോ അവിടുത്തെ ഈ ഒരു 40ാമത്, അതായത് ആ ഒരു ശൈശവസ്ഥിതിയിൽ അവസാന ജന്മങ്ങളിലൊക്കെയാണ് ഇവർ ജനങ്ങളുടെ അടുത്ത്, അതായത് ജനങ്ങളുടെ ഇടയിൽ താമസിക്കാനുള്ള ചെറുതായിട്ടുള്ള ഒരു ധൈര്യം, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ അവർക്ക് ചെറുതായിട്ട് വരുന്നത്. ഓക്കെ, 2ാമത്തേതാണ് ബാല്യ ആത്മാവ്. അതായത് ശൈശവം കഴിഞ്ഞാൽ പിന്നെ ബാല്യമാണ്. ബാല്യത്തിൽ നമ്മുടെ ആ കൊച്ചു കുട്ടികൾക്ക് എന്താ അറിയുക? അവർക്കൊന്നും അറിഞ്ഞുകൂടാ. അവർക്ക് വെറും കളിക്കുക, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, പിന്നെ കിടന്നുറങ്ങുക, അത്രേ അറിയുള്ളൂ. അതിൽ കൂടുതൽ അവർക്ക് ചിന്തിക്കാൻ അറിയില്ല. യാതൊരുവിധ ആലോചനകളും, അതായത് ബാധ്യത അവർക്ക് ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് ബാല്യാത്മാവായിട്ട് ജനിച്ച, അതായത് ആ ബാല്യാത്മാവുള്ള ആ ഒരു സ്ഥിതിയിൽ ജനിക്കുന്ന ഓരോ ജന്മങ്ങളും ആ മനുഷ്യർ എങ്ങനെയാണെന്ന് വെച്ചാലും അവർക്ക് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ ബാധ്യതായുതമായി ജീവിക്കാനുള്ള ഒരു കോമൺ സെൻസ് അവർക്ക് ഉണ്ടാവുകയില്ല. അവർക്ക് അതേപോലെ തന്നെ സ്വയം, അതായത് സ്വന്തം കാര്യം, ഞാൻ എന്നുള്ള അഹങ്കാരം അവർക്ക്, അതായത് ഞാൻ എന്നുള്ള ഒരു ബോധം, ഞാനും എൻ്റെ മാത്രം, അല്ലാതെ അതിൽ കൂടുതലായിട്ട് അവരൊന്നും ചിന്തിക്കാൻ അവർ തയ്യാറല്ല. ഈ ബാലാത്മാക്കളിൽ തമോ ഗുണവും രജോ ഗുണവും അധികമായിട്ടുണ്ടായിരിക്കും അവരിൽ.
ഇവരിലുള്ള ഈ ആലോചന എന്താണെന്ന് വെച്ചാൽ ഇവരെന്താണോ പറഞ്ഞ് അതാണ് കറക്റ്റ്. അതായത് ഇവരുടെ ആ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ സ്വാധിഷ്ഠാന സ്ഥിതിയാണ്, സ്വാധിഷ്ഠാന ചക്രസ്ഥിതി. അതായത് സ്വ പ്ലസ് അധിഷ്ഠാനം. അതായത് ഇവരുടെ അധിഷ്ഠാനം ഉറപ്പിക്കുവാൻ വേണ്ടി ഇവർ എന്ത് ചെയ്യാനും മടിക്കാത്ത കൂട്ടരാണ്. അതായത് സ്വന്തം കാര്യം നടത്താൻ വേണ്ടി മറ്റുള്ളവരെ കൊല്ലാൻ പോലും ഇവർ മടിക്കാറില്ല. ഇങ്ങനത്തെ ഈ ഒരു എന്താ പറയുക ബാല ആത്മാക്കളാണ് റൗഡികളും ഗുണ്ടകളും ഒക്കെ ആയിട്ട് ജന്മമെടുക്കുന്നത്. ഉയർന്ന ആത്മാക്കളില്ലേ, നല്ല അത്യുന്നതമായിട്ടുള്ള ആത്മാക്കൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു പോകും. അവരെന്തൊക്കെയാണോ ചെയ്യുന്നത് അതിനൊക്കെ പോയിട്ട് തടുക്കുക, അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ വരുത്തി വയ്ക്കുക, അതൊക്കെയാണ് ഈ ബാലാത്മാക്കളുടെ ഡ്യൂട്ടി. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ചില വ്യക്തികൾക്ക് വേണ്ടി ഇവരെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് വേണ്ടി കൊല്ലുക, അങ്ങനെയുള്ള ഈ എന്താ പറയുക കൊട്ടേഷനൊക്കെ ഉണ്ടാവില്ലേ. സോ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ആൾക്കാരെ കൊല്ലുക, പണത്തിന് വേണ്ടി ആൾക്കാരെ കൊല്ലുക, ഇങ്ങനത്തെയൊക്കെ കോൺട്രാക്ട് എടുക്കുന്നവരാണ് ഈ ബാലാത്മാക്കൾ. ഓക്കെ, ഇനി അടുത്തത് യൗവനാത്മാവ്. യൗവനം എന്ന് പറഞ്ഞാൽ എന്താണ്? ശൈശവവും ബാല്യം കഴിഞ്ഞിട്ട് യൗവനത്തിലേക്ക് പ്രവേശിക്കുക. അതായത് യൂത്ത് എന്നൊക്കെ പറയും. അതായത് പലരിലും ഈ യൂത്ത് സമയത്തിൽ എന്താണെന്ന് വെച്ചാൽ ബ്ലഡ്, അതായത് അവരുടെ ആ ഒരു ചോരത്തിളപ്പ് എന്നൊക്കെ പറയും. അതായത് എനിക്കെല്ലാം അറിയാം, എന്നോട് ആരും ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതായത് ആരെന്ത് പറഞ്ഞാലും കേൾക്കാൻ ഈ കൂട്ടർക്ക് ഇഷ്ടമല്ല. ഈ കൂട്ടർ മണിപൂരക സ്ഥിതിയാണ് ഇവർ. മണിപൂരക സ്ഥിതി എന്ന് പറഞ്ഞാൽ, മണിപൂരക ചക്രസ്ഥിതി എന്ന് പറഞ്ഞാൽ മണി ഉള്ളിലൊന്നും ഉണ്ടാവില്ല, പുറത്തേക്ക് മാത്രം ഞാൻ എന്ന അഹങ്കാരം, എൻ്റെ എന്ന മമകാരം ഈ ചക്രസ്ഥിതിയിലുള്ളവർ, ഈ ഒരു യവനാത്മാക്കൾക്ക് വളരെ കൂടുതലാണ്. ഇവരെന്താണെന്ന് വെച്ചാൽ വളരെയധികം ഭയങ്കരമായിട്ട് പല കാര്യങ്ങളെക്കുറിച്ചും ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും, പക്ഷെ ഒന്നും ചെയ്യില്ല ഇവർ. ഇക്കൂട്ടർ വെറും വാക്കുകൾ പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ പണിയെടുക്കാത്തവരാണ് ഇവർ. അതായത് ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല, ഉള്ളിൽ വെറും ഡൊള്ള, പുറത്തേക്ക് മാത്രം ഭയങ്കര ശബ്ദം ഉണ്ടാക്കും. അതായത് നമ്മൾ പറയാറുണ്ട്, അതായത് ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്, ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകർ എന്നൊക്കെ നമ്മൾ ഈസി ആയിട്ട് പറയാം. ഇതാണ് ഇതിൻ്റെ ട്രൂത്ത്. ഓക്കെ, അതായത് വളരെ നല്ല ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട്, പക്ഷേ ജനങ്ങൾക്ക് നന്മ ചെയ്യുക എന്നുള്ള ആ ഒരു മുഖം മൂടി അണിഞ്ഞ് വെറുതെ പ്രഹസനങ്ങൾ നടത്തിക്കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. കാര്യമൊന്നും ചെയ്യില്ല, ജനങ്ങൾക്ക് വേണ്ടി ആലോചിക്കാൻ, അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയോ ഒന്നും ചെയ്യാൻ ഇക്കൂട്ടർ തയ്യാറല്ല. എൻ്റെ കാര്യം ഞാൻ നന്നാവണം, എൻ്റെ കുടുംബം നന്നാവണം, എൻ്റെ കാര്യങ്ങൾ നടക്കണം, ഇത്രയും ഉണ്ടാവുള്ളൂ അവർക്ക്. സോ ഇക്കൂട്ടരാണ് ഉള്ളു പൊള്ളയായിട്ട്, ഉള്ളിൽ മാത്രമോ ഞാൻ എനിക്കെല്ലാം അറിയും, ഞാൻ എന്തും ചെയ്യും എന്നൊക്കെ അങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് ഇക്കൂട്ടർ. മണിപൂരക ചക്രസ്ഥിതിയാണ് ഇവരുടെ. പിന്നെ ഇക്കൂട്ടറിൽ അതൊരു 100 മുതൽ 200 ജന്മങ്ങൾ വരെ ഈ യവനാത്മാവായിട്ട് എടുക്കുക. എന്താ വെച്ചാൽ ഒരുപാട് പഠിക്കാൻ പറ്റുന്നത് ഈ ചോരത്തിളപ്പുള്ള സമയത്താണ്. അപ്പോഴാണ് അനുഭവങ്ങൾ വരിക. നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിയാൻ ഏറ്റവും നല്ലൊരു പീരീഡാണത്. ആ സമയത്താണ് കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയുന്നൊക്കെ പറഞ്ഞിട്ട് പലതും അങ്ങനെ അറിയുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ജന്മങ്ങൾ എടുക്കുക, ഏറ്റവും കൂടുതൽ നോളജ് ഗെയിൻ ചെയ്യാൻ, അനുഭവങ്ങളിലൂടെ ഒരുപാട് ജ്ഞാനം സമ്പാദിക്കാൻ വേണ്ടി ഇവർ മരിച്ചുപോയി പെട്ടെന്ന് എന്തെങ്കിലും ആക്സിഡന്റ് ആയോ, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ കൊല്ലപ്പെട്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊന്നോ, ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ചെയ്തിട്ട് ഒരുപാട് കുറ്റവാളികളായിട്ടും കൊള്ളക്കാരായിട്ടും മറ്റുള്ളവരെ പറ്റിച്ചിട്ടും വഞ്ചിച്ചിട്ടും ഒക്കെ ഒരുപാട് സമ്പാദിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരുപാട് പെട്ടെന്ന് അവർ ജന്മങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഒരുപാട് മരണങ്ങളിലൂടെ വീണ്ടും ജന്മങ്ങൾ എടുത്തുകൊണ്ടിരിക്കും. എന്താ വെച്ചാൽ ഇന്നിങ്ങനെ ചെയ്ത തെറ്റുകളൊക്കെ ചെയ്തിട്ട് ഒരുപാട് സമ്പാദിച്ചിട്ട് മറ്റുള്ളവർക്കൊക്കെ ഒരുപാട് ക്രൂരതകളൊക്കെ ചെയ്തിട്ട് ഇവർ മരിച്ചുപോയി കഴിഞ്ഞതിന് ശേഷം ആ ഒരു സൂക്ഷ്മ പ്രപഞ്ചത്തിൽ, ആ അത്യുന്നതമായിട്ടുള്ള ആസ്ട്രൽ വേൾഡിൽ അവർ ആകാശിക് റെക്കോർഡിലൂടെ അവർ ചെയ്ത കർമ്മങ്ങളുടെ തീവ്രത കണ്ടിട്ട് വീണ്ടും അയ്യോ ഇത് തെറ്റിദ്ധരുത്തണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ജനിക്കുക. അവർ പെട്ടെന്നാണ് യവനാത്മാക്കൾ ജനിക്കുക. എന്നിട്ട് അവർ വീണ്ടും തെറ്റിദ്ധരുത്താന്ന് വിചാരിക്കും. പക്ഷെ പൂർവ്വജന്മ സംസ്കാരം അവരെ നന്മയുടെ മാർഗത്തിൽ നടത്താൻ അവർക്ക് പറ്റില്ല. വീണ്ടും ആ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഈ തെറ്റുകൾ തിരുത്താനായി വീണ്ടും ജന്മങ്ങൾ അവർ ജനിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ളവരാണ് ഈ ഒരു 100 ജന്മങ്ങൾ, ഒരു 150 ജന്മങ്ങളൊക്കെ എടുത്താൽ, അല്ലെങ്കിൽ ഒരു 80-90 ജന്മങ്ങളൊക്കെ യൗവനാത്മാവായിട്ട് എടുത്തു കഴിഞ്ഞിട്ട് അവസാനമായിട്ടുള്ള ഈ ഒരു യൗവന ആത്മാവിൻ്റെ ദശയിൽ അവർ ജന്മം എടുക്കുന്ന അവസാന ദശയിലൊക്കെയാണ് അവർക്ക് ദൈവം എന്താണ്, ആ ദൈവ ഭയം, ആ ഭക്തിയൊക്കെ അവരിൽ ഇങ്ങനെ ജനിക്കുന്നത്. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ദൈവഭക്തിയൊക്കെ ആയിരിക്കും. അപ്പോഴവർ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, മറ്റുള്ളവരുടെ അവസരങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, അവരുടെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സഹായിക്കുന്നില്ല, ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിന് കുറേ സ്വർണ്ണങ്ങൾ കൊടുക്കുക, ദൈവത്തിന് പട്ടുസാരികൾ കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും.
പക്ഷേ ജനങ്ങളിൽ, അതായത് ഓരോ മനുഷ്യനിലുമാണ് ദൈവമുള്ളത്. ആ മനുഷ്യനെ സഹായിക്കുകയാണ് റിയൽ ആയിട്ടുള്ള ആ ദൈവിക ലക്ഷണം എന്നുള്ള ആ ഒരു കോമൺ സെൻസ് ഇവർക്ക് ഉണ്ടാവില്ല. ഇവർ വെറുതെ പ്രഹസനങ്ങൾ ഒരുപാട് കാട്ടിക്കൂട്ടാൻ, ഒരുപാട് പണം, അതായത് ആവശ്യം എവിടെയാണോ പാത്രം അറിഞ്ഞ് ദാനം ചെയ്യാൻ ഈ കൂട്ടർക്ക് ഒട്ടും അറിയുകയില്ല. ഇവർക്ക് പേരിനും പ്രതിഷ്ഠയ്ക്കും വേണ്ടിയിട്ട്, പദവികൾക്കും വേണ്ടിയിട്ട് പണം ദാനങ്ങൾ ചെയ്യാൻ തുടങ്ങും. അതായത് ഈ കൈ കൊണ്ട് കൊടുത്തത് ഈ കൈയിനെ അറിയരുതെന്ന് പറയാം. ആ സ്ഥിതിയിലേക്ക് ഇവർ വരണമെങ്കിൽ വീണ്ടും ഒരുപാട് ജന്മങ്ങൾ എടുക്കണം. അതായത് മറ്റുള്ളവരുടെ മുൻപിൽ അറിയപ്പെടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണ് യൗവനാത്മാവിൻ്റെ അവസാന ദശയിൽ ജനിക്കുന്നവർ. മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി, മറ്റുള്ളവരാൽ അവാർഡുകൾ വാങ്ങിക്കൂട്ടുവാൻ വേണ്ടി പല പണികളും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതായത് ഒരുപാട് ന്യൂസിലൊക്കെ വരാൻ വേണ്ടി, അല്ലെങ്കിൽ പേപ്പറിലൊക്കെ ന്യൂസ് വരാൻ വേണ്ടി, മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ വേണ്ടി ഒരുപാട് ദാനധർമ്മങ്ങൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. അതായത് ഉള്ളിൽ വേണമെന്ന് വിചാരിച്ചിട്ടല്ല, അയ്യോ, ഹൃദയപൂർവ്വം ചെയ്യാത്തവരാണ് ഇവർ. ഹൃദയപൂർവ്വം ചെയ്യുന്നവർ ഇനിയും ഉന്നതമായിട്ടുള്ള സ്ഥിതി. ഓക്കെ, ഇതിൽ ഒരുപാട് ഇനിയൊരു കൂട്ടരും ഉണ്ട് ഇതിൽ. അതായത് ഇവർ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പാണ്ഡിത്യം ഭയങ്കരമായിട്ട് സമ്പാദിക്കും. അതായത് ദൈവത്തെ കുറിച്ച്, ദൈവം ഉണ്ട്, ദൈവം എന്നുള്ള ഭയമുണ്ട്, ദൈവം ഉണ്ടെന്ന് തോന്നുകയാണ്, ഭക്തിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർ എന്ത് ചെയ്യും, ആദ്യം തന്നെ ഈ ഉപനിഷത്തുകളും വേദങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ആചരണ 1% പോലും ഉണ്ടാവില്ല. ദൈവമുണ്ട് എന്ന് ഓരോരോ സ്റ്റേജിലും ഓരോരോ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, ദൈവമുണ്ടെന്ന്. പക്ഷെ ദൈവം എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ പാവം ഈ കുട്ടർക്ക് അറിഞ്ഞുകൂടാ. എന്തുകൊണ്ടാ? ദൈവം എവിടെ ഉണ്ടെന്ന് താൻ സ്വയം അറിയാനുള്ള ഒരു പദ്ധതിയിലേക്ക് അദ്ദേഹത്തിന് അർഹത കിട്ടിയിട്ടില്ല. ദൈവത്തെ അനുഭവിച്ചറിയാനുള്ള അനുഭവജ്ഞാനം ഇല്ലാത്ത ഇക്കൂട്ടർ ദൈവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവമുണ്ട്, ദൈവത്തിന് വേണ്ടി എന്ന് പറയും. പക്ഷെ ആ ദൈവം എല്ലാ സർവ്വചരാചരങ്ങളിലും ഉള്ളത് ആ ദൈവ ചൈതന്യം തന്നെയാണ്. ഞാൻ എന്ത് ചെയ്താലും അത് ചേരുന്നത്, ഓരോ മനുഷ്യനും ഓരോ ജീവിക്കും ചെയ്യുന്ന ഓരോ സർവീസും ഓരോ സേവയും ഓരോ നന്മയും അത് എത്തിച്ചേരുന്നത് ദൈവത്തിനാണെന്നുള്ള കോമൺ സെൻസ് ഇവർക്ക് ഉണ്ടാവില്ല. സോ ഇക്കൂട്ടർ, അതായത് ഉള്ളു പൊള്ളാന്ന് ഞാൻ പറയും, പുറത്തേക്ക് മാത്രം ഭയങ്കരമായിട്ട് ഡബാന്ന് പറഞ്ഞിട്ട് അവർ വളരെയധികം എല്ലാം അറിയാവുന്നത് പോലെ വളരെയധികം ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കും, ഒരുപാട് സ്പീച്ചുകൾ കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷെ ഉള്ളിൽ അനുഭവജ്ഞാനം എന്നുള്ളത് ഇവർക്ക് നില്ലായിരിക്കും. അപ്പോൾ ഇങ്ങനെ, പക്ഷേ ഈ നന്മകൾ അവർ ചെയ്യുന്നുണ്ടല്ലോ, അത് ഒരു കുറച്ച്, അത് നന്മ എന്ന് പറയുമ്പോൾ നമ്മൾ അർഹത കൂട്ടും. അറിഞ്ഞോ അറിയാതെയോ പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയാണെങ്കിൽ പോലും ഇവർ നന്മ ചെയ്തിട്ടുള്ളത് പലതും ആ ഒരു പ്യൂരിറ്റി, ഇവരുടെ മെല്ലെ ആത്മസ്ഥായി എന്നുള്ളത്, ആത്മചൈതന്യ വിസ്താരം എന്നുള്ളത് കൂടിക്കൊണ്ട് ഇവർ പ്രൗഢാത്മാവായിട്ട് ജന്മം എടുക്കുവാനുള്ള അർഹത സമ്പാദിക്കുന്നു. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് പ്രൗഢാത്മാവ്. സോ ഈ പ്രൗഢാത്മാവിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് പലരും ആധ്യാത്മികമായിട്ടുള്ള മേഖലകളിലേക്ക് വരാറുണ്ട്. പക്ഷെ ഇക്കൂട്ടർ എങ്ങനെയാണെങ്കിൽ, അതായത് പ്രൗഢാത്മാവ് എന്നുള്ള ആ ഒരു ആത്മാവിൻ്റെ സ്ഥിതിയിൽ മനുഷ്യജന്മങ്ങൾ എടുക്കുന്നതിന് മുമ്പ് യൗവനാത്മാവിൻ്റെ അവസാനത്തെ ജന്മങ്ങൾ എടുക്കുന്നവർ ഈ ഭക്തി മാർഗങ്ങളിലേക്കും ധ്യാന മാർഗങ്ങളിലൊക്കെ ആകർഷിക്കപ്പെടും. ഈ ജീവിതത്തിലുള്ള, അതായത് മാറണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിയണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈ സംസ്കാരം ഇവരിൽ നിന്നും പോവില്ല. സംസ്കാരത്തെ കഴുകിക്കളയണമെങ്കിൽ ഭയങ്കര ധ്യാന സാധന ആവശ്യമാണ്. പക്ഷേ ഈ ഭക്തി മാർഗങ്ങളിലേക്കും ധ്യാന മാർഗങ്ങളിലേക്കും എൻ്റർ ആയവർ ആ പുറമെ മാത്രമാണ് ഇതിൻ്റെ ഒരു ഇതുണ്ടാവുള്ളൂ, പുറം പൂച്ച്. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്നറിയോ, എനിക്ക് മാത്രമേ ഭക്തിയുള്ളൂ, ഞാൻ മാത്രമാണ് ഭയങ്കര ഭക്തൻ, അല്ലെങ്കിൽ ഞാൻ മാത്രമാണ് ഭയങ്കരമായിട്ട് ധ്യാനം ചെയ്യുന്നവർ. അതായത് ഇവർ ഈ 10 ആളോ അല്ലെങ്കിൽ 4 പേരോ 10 പേരോ 5 പേരൊക്കെ കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ മാത്രം മതി. അതായത് മറ്റുള്ളവരെ, അതായത് ഇത്രയും കൂടുതൽ നല്ലൊരു സ്ഥിതിയിലുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യാനും അവർക്ക് തയ്യാറല്ല. അയ്യോ, ഇവരെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പേരെങ്ങാനും പോയാലോ, അല്ലെങ്കിൽ ഞങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ഇവരുടെ ടാലൻറ്റ് ഈ ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊന്നും ഇവർ വില വെച്ചില്ലെങ്കിലോ. സോ ഞങ്ങൾ മാത്രം, അതായത് ഈ ഒരു യവനാത്മാവിൻ്റെ അവസാന സ്ഥിതിയിൽ അവർ ധ്യാനത്തിലേക്ക് വന്നാലും, ധ്യാനമാർഗത്തിലേക്ക് വന്നാലും, ആധ്യാത്മിക മാർഗങ്ങളിലേക്ക് ഏതിലേക്ക് വന്നാലും അവർക്കൊരു പേടി ഉണ്ടാവും. എൻ്റെ പോസ്റ്റ് പോവോ, അല്ലെങ്കിൽ എന്നെ ഈ ആൾക്കാർ, ഞാൻ ഭയങ്കരനാണ്, ഞാൻ നല്ലവനാണ്, എനിക്കെല്ലാം അറിയാമെന്നുള്ളൊരു ഭാവം ഞാൻ ഈ ജനങ്ങളിൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ എന്നേക്കാൾ വലിയവൻ വേറൊരുത്തൻ വന്നാൽ ഇവൻ്റെ പിന്നാലെ എങ്ങാനും പോവോ, എൻ്റെ ഫോളോവേഴ്സ് ഈ പുതിയതായത് വന്നവരുടെ പിന്നാലെ പോവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് ഭയങ്കര പേടിയായിരിക്കും. അതുകൊണ്ട് തന്നെ വേറൊരു മാസ്റ്ററെ അല്ലെങ്കിൽ വേറൊരു ആധ്യാത്മിക വ്യക്തിയെ ആക്സെപ്റ്റ് ചെയ്യാൻ ഇവർ ഒരിക്കലും തയ്യാറാവില്ല.
ഞാനും എൻ്റെ ചുറ്റുമുള്ളവർ ഈ 10 ആൾ മതി എന്ന് പറഞ്ഞിട്ട് ഇരിക്കും. ഒരു ചെറിയ സൊസൈറ്റി ആയിട്ട് ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനൊന്ന് വിസ്തരിപ്പിക്കാൻ ഇവർക്ക് പേടിയാണ്. സത്യം അറിയാം, പക്ഷെ അവർക്ക് അനുഭവജ്ഞാനം, ധ്യാന സാധനയുടെ ആഴങ്ങളിലേക്ക് പോകാൻ അവർക്ക് ഇനി അതിനുള്ള സമയം ആവാത്തത് കാരണം അവർ പേടിച്ചിട്ടിരിക്കും. ഞാൻ മതി, ഇതെൻ്റെ അധിഷ്ഠാനം, ഇതെൻ്റെ ഈ കൂട്ടർ എൻ്റെയാണ്, ഞാൻ പറഞ്ഞത് ഇവർ കേൾക്കാൻ പാടും. വേറൊരു വ്യക്തി ഈ സൊസൈറ്റിയിലേക്ക് എൻ്റർ ആവാൻ പാടില്ല. വേറൊരു വ്യക്തി വന്നിട്ട് അവരുടെ നോളജ് ഇവിടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പിന്നാലെ എങ്ങാനും ഇവർ പോയാലോ എന്നിവർ പേടിച്ചിട്ട് അവർ മാത്രം, അതായത് ഒരു മാസ്റ്ററെ അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക വ്യക്തിയെ, അവരുടെ ആത്മചൈതന്യ വിസ്താരത്തെ അംഗീകരിക്കണമെങ്കിൽ, അതിനെ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഈ വ്യക്തി അത്രയധികം വളർന്നിരിക്കണം. സോ അത് വളരാത്തവരാണ് മറ്റുള്ളവരെ അംഗീകരിക്കാതെ ഞാൻ തന്നെ വലിയവൻ എന്നുള്ളൊരു പദവിയിൽ ഇരിക്കുന്നവരാണ് ഇവർ. അവർക്ക് പേടിയാണ്. ആധ്യാത്മിക മാർഗത്തിൽ വന്നാലും അനുഭവജ്ഞാനം, ധ്യാന സാധന ഇല്ല, ധ്യാനമാണ്. ഭക്തിയിൽ ആ ഒരു റിയൽ, ആ ഒരു യഥാർത്ഥ ഭക്തിയില്ല, പക്ഷെ ഭക്തി മാർഗത്തിലാണ് താനും. ധ്യാന സാധന എന്താണെന്നുള്ളത് ഇരിക്കാൻ ഒരു 2-3 മണിക്കൂറേ ഇരിക്കാൻ കഴിവില്ല, പക്ഷെ ധ്യാനത്തിലാണ്. ഞാൻ ധ്യാനം ചെയ്യുന്നു, ഞങ്ങൾ ധ്യാനികളാണ് എന്ന് പറയും. പക്ഷേ സ്ഥിതി മാത്രം മാറില്ല. എന്താ വെച്ചാൽ യവനാത്മാവിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ഞാൻ എന്നുള്ള ആധ്യാത്മിക അഹങ്കാരത്താൽ കണ്ണു മൂടപ്പെട്ടവരാണ് ഇക്കൂട്ടർ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആരും ഞാൻ വിമർശാത്മകമായിട്ടല്ല, സത്യം എപ്പോഴും ഇങ്ങനെയാണ്. സത്യം ഒരിക്കലും ഉമ്മ വയ്ക്കുന്നത് പോലെ കെട്ടിപ്പിടിക്കുന്നത് പോലെ അത്രയും സുഖകരമായിരിക്കില്ല. സത്യം എപ്പോഴും ഹൃദയത്തിൽ കുത്തുന്നത് പോലെ ആയിരിക്കും. ആ കുത്തുമ്പോഴല്ലേ ആ വേദനയിൽ നിന്നും ഇന്നർ റിയലൈസേഷൻ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സത്യം പലപ്പോഴും ശബ്ദം ഇത്തിരി കൂടും. സത്യം എപ്പോഴും വേദനിപ്പിക്കുന്നതാണ്. അതായത് മറ്റുള്ളവരെ പുകഴ്ത്തുന്നതല്ല സത്യം, അത് അസത്യമാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെയൊക്കെയാണ് മാറിയത്. എന്നെ ഒരിക്കൽ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ധ്യാനത്തിൽ വന്ന ആധ്യാത്മിക അഹങ്കാരം, പ്രാപഞ്ചിക അഹങ്കാരം ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ധ്യാനത്തിൻ്റെ ആ ആഴത്തിലുള്ള സാധനങ്ങളിലൂടെ, ആത്മജ്ഞാനത്തിൻ്റെ നിരന്തര പരിശീലനത്തിലൂടെയും സത്യവാക്ക് പരിപാലന, സത്യവാക്ക് പരിശോധനയിലൂടെയുമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അത് വെറുതെ അങ്ങ് പറഞ്ഞാൽ എനിക്ക് ഹാർഡായിട്ട് ആയപ്പോഴാണ് എൻ്റെ ഉള്ളിലോട്ടൊക്കെ അത് കയറിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് ഇനി അങ്ങനെ പറഞ്ഞു പോവാണ്, ക്ഷമിക്കുക. പ്രൗഢാത്മാവ് എന്താന്ന് പറഞ്ഞാൽ അനാഹത സ്ഥിതിയാണ്, അനാഹത ചക്രസ്ഥിതി. അതായത് ഒരു ശബ്ദവും ഉണ്ടാവില്ല. അത് ഉള്ളു പൊള്ളയാണെങ്കിലല്ലേ ശബ്ദം ഉണ്ടാവൂ. സോ അങ്ങനെ ആകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ വളരെ സൈലൻ്റായിട്ട് അവരവരുടെ കാര്യങ്ങൾ ചെയ്തു. അതായത് ഞാൻ എന്തെങ്കിലും മറ്റുള്ളവർക്ക് ചെയ്താൽ ഞാൻ അവിടെ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ അവർക്ക് അത് അത്രയും കാര്യങ്ങൾ ചെയ്തു, ഇത്രയും പണങ്ങൾ ചെയ്തു, ഞാൻ അവർക്ക് പണങ്ങൾ ചെലവായി, അങ്ങനെയൊന്നും ഒരു കൊട്ടി ഘോഷങ്ങളും ഇതിലുണ്ടാവില്ല. എന്താന്ന് വെച്ചാൽ ഈ വലത്തെ കൈ കൊണ്ട് ചെയ്തത് ഇടത്തെ കൈ, ഈ ദാനധർമ്മങ്ങൾ, ഈ സത്പ്രവൃത്തികളെല്ലാം ഇടത്തെ കൈ അറിയാതിരിക്കാൻ അവർ ശ്രമിക്കാറുണ്ട്. അവർ ഒരിക്കലും പൊങ്ങച്ചങ്ങൾക്കോ ആഡംബരങ്ങൾക്കോ ഒന്നും അതായത് കോലാഹലങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. വളരെ സൈലൻ്റായിട്ട് എൻ്റെ അടുത്ത് ഉണ്ട്, ഞാൻ ചെയ്തു. ചെയ്യാനുള്ള ഹൃദയ സംസ്കാരം ഒരുപാട് ജന്മങ്ങളായിട്ട് കൊണ്ടുവന്നതാ. ഇപ്പം ഈ പ്രൗഢാത്മാവ് എന്ന് പറഞ്ഞാലും ആ അത്യുന്നത ഗുണങ്ങൾ എപ്പോഴാണ് വന്ന ഈ ശൈശവാത്മാവായിട്ടും ഈ ഒരു ബാലാത്മാവായിട്ടും യവനാത്മാവൊക്കെ ആയിട്ട് ജന്മജന്മങ്ങളായിട്ട് അവർ ഒരുപാട് തെറ്റുകളും ക്രൂരകൃത്യങ്ങളും മറ്റുള്ളവരെ വഞ്ചിക്കുകയും കഷ്ടപ്പെടുത്തുകയും ദുഃഖിപ്പിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അഹങ്കരിക്കാനില്ല. നമ്മൾ വന്ന മാർഗം അതാണ്. അതുകൊണ്ട് ഈ സ്ഥിതിയായി അനുഭവങ്ങളുടെ സാരം, അനുഭവങ്ങളിലൂടെ വന്ന പക്വത. അതായത് യൗവനത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അഹങ്കാരമായിരിക്കും. ഞാൻ എന്നുള്ള അഹങ്കാരം, എൻ്റെ എന്നുള്ള മമകാരം ഒന്നും ശാശ്വതമല്ല, ഒന്നും നമ്മൾ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ല. പക്ഷെ എൻ്റെ ഇതെല്ലാം എൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അഹങ്കാരമുണ്ട്. ഞാൻ ചെയ്തു, എന്നെ കൊണ്ടേ കഴിയൂ. അതായത് ഒരു വാക്ക് പറയുന്നതിന് മുൻപൊരു ഞാൻ, ഇടയിലൊരു ഞാൻ, അവസാനം ഒരു ഞാനിൽ മാത്രം അത് അവസാനിക്കും. തുടങ്ങുന്നത് അവസാനിക്കും ഞാൻ അഹങ്കാരം, ഞാൻ ചെയ്തു. സോ ഈ പ്രൗഢാത്മാവ് എന്നാണ് പക്വത. അതായത് യൂത്തിൽ നിന്നും ഈ വൃദ്ധരാകുന്നതിന് ഇടയിലുള്ള ഒരു എന്താ പറയുക, മധ്യവയസ്ക സ്ഥിതിയുണ്ട്. മധ്യവയസ്കർ അതായത് അനുഭവങ്ങളിൽ നിന്ന് ഒരുപാട് പഠിച്ചിട്ടൊരു സൈലന്റ് സ്ഥിതിയായിരിക്കും. അവരെല്ലാം അങ്ങനെ നോക്കി കാണും, വളരെ വിവേകത്തോടു കൂടി പെരുമാറും. സോ ആ ഒരു വിവേകവും വിജ്ഞതയും വിജ്ഞാനവും ഒക്കെ വളരെയധികം ഇവരുടെ ജീവിതത്തിൽ കാണാം. ഇങ്ങനെയുള്ളവർ വളരെ സൈലൻ്റായിട്ട് മറ്റുള്ളവരുടെ അസൂയ നിറഞ്ഞ നോട്ടങ്ങളോ മറ്റുള്ളവരുടെ പക നിറഞ്ഞ നോട്ടങ്ങളോ അല്ലെങ്കിൽ അവരുടെ സംസാരമോ അവരുടെ ഇതൊന്നും നമ്മളുടെ മുകളിലേക്ക് ഒരിക്കലും ഇവർ ആകർഷിക്കാൻ തയ്യാറല്ല. വളരെ ന്യൂട്രലായിട്ട് ജീവിക്കുക അവർ. എന്താ വെച്ചാൽ നിറക്കുടം തുളുമ്പില്ല എന്നൊക്കെ പറയില്ലേ, അതേപോലെ. സോ ഇവിടെയാണ് ഞാൻ പറയാവുന്നത്, അതായത് ഈ എന്താ പറയുക,
ഈ പ്രൗഢാത്മാവ് എന്ന് പറയുമ്പോൾ എന്താ അറിയോ, ഇങ്ങനെയുള്ളവർ, അതാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്, ഏത് ഉണ്ട് മടുത്തവൻ്റെ അടുത്ത് ഉരുള വാങ്ങിക്കണം, കണ്ടു മടുത്തവൻ്റെ അടുത്ത് കടം വാങ്ങിക്കണമെന്ന്, അല്ലേ? ഉണ്ട് മടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിൽ ഉണ്ട് മടുത്തതാണെന്ന് നമ്മൾക്ക് ഒരു തെറ്റിദ്ധാരണ, പ്രത്യക്ഷ അനുഭവം അല്ല. ഉണ്ട് മടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ജന്മങ്ങളായിട്ട് ആ ഒരു ധന സമ്പത സർവസമൃദ്ധി അനുഭവിച്ചിട്ട് ഒരു നിറക്കുടം തുളുമ്പാത്തൊരു സ്ഥിതി ഉണ്ട് ചിലർക്ക്, നമുക്ക് കാണാം. അങ്ങനെയുള്ളവരുടെ അടുത്ത് പോയിട്ട് വേണം ഒരു നേരത്തെ ചോറുണ്ണാൻ. അപ്പോൾ അവരത് പറയില്ല, ഹൃദയത്തിൽ നിന്ന് അവരത് പകർന്നു നൽകും. ഹൃദയശുദ്ധിയോടുകൂടി, ഹൃദയത്തിൽ സ്നേഹത്തോടു കൂടി, സന്തോഷത്തോടു കൂടി അവർ ആ ഒരു അന്നം അല്ലെങ്കിൽ ആ ഒരു ദാനം അവർ ചെയ്യും. അവർ പിന്നെ അത് വിളിച്ചു പറയില്ല. അല്ലെങ്കിലേ അവനന്നൊരു കഷ്ടം വന്നപ്പോൾ ഞാനേ ഉണ്ടായുള്ളൂ, എൻ്റെ അടുത്തേക്ക് വന്ന് ഞാൻ അവനെ ഇങ്ങനെ കൊടുത്തു എന്ന് വിളിച്ച് പറയണവരല്ല ഇവരത് കൊടുത്തത് മറക്കും, അടുത്ത നിമിഷം സെക്കൻഡ് തോട്ട് അവർക്ക് ഉണ്ടാവില്ല. അതേപോലെ തന്നെ കണ്ടു മടുത്തവൻ്റെ അടുത്ത് കടം മേടിക്കണം എന്ന് പറയും. കണ്ടു മടുക്കുക പറഞ്ഞാൽ ഒരുപാട് പണക്കാരുടെ അടുത്ത് പോയിട്ട് മേടിക്കാന്നല്ല, ധനം സമ്പാദിച്ച് ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ട് ആ ഒരു അത്യാർത്തിയും പണക്കാരൻ എന്നുള്ള ഒരു അഹങ്കാരം, എനിക്ക് പണമുണ്ട് എന്നുള്ള ആ ഒരു എന്താ പറയുക, ഒരു ധൂർത്തും, പിന്നെ മറ്റുള്ളവരെ കാണാൻ വേണ്ടി, മറ്റുള്ളവരുടെ മുമ്പിൽ കാട്ടിക്കൂട്ടാൻ വേണ്ടി ഒരുപാട് കാട്ടിക്കൂട്ടങ്ങളും പ്രഹസനങ്ങളും ഒക്കെ ചെയ്ത് മടുത്തിട്ട് ഒരുപാട് പണം ഉണ്ടായിട്ടും നിറഞ്ഞ കുടം തുളമ്പില്ല എന്ന് പറഞ്ഞ പോലെ വളരെ ലളിതമായിട്ട് ജീവിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരുടെ അടുത്ത് പോയിട്ട് വേണം കടം മേടിക്കാൻ. അപ്പോൾ അവർക്ക് എന്തുണ്ടല്ലോ, അവരെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ആശിക്കില്ല, ഒരിക്കലും തിരിച്ചു ചോദിക്കണമെന്നോ അല്ലെങ്കിൽ അവർ തന്നിട്ടില്ലെങ്കിൽ അവരെ പോയിട്ട് ബുദ്ധിമുട്ടിക്കുക, അവരെ പീഡിപ്പിക്കുക, അവരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുക, അവരെ കൊല്ലുക, അവരെ അപമാനിക്കുക, ഇതൊന്നും ചെയ്യാത്തൊരു സ്ഥിതി. അതാണ് റിയൽ കോടീശ്വരൻ. അതായത് കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ കോടി രൂപമുള്ളവനല്ല, ധനവാനല്ല കോടീശ്വരൻ. കോടി ഗുണങ്ങളാൽ ഈശ്വരന്റെ ഗുണങ്ങളെ സ്വയം ഗ്രഹിച്ചവൻ, ഈശ്വരന്റെ ഗുണങ്ങളോട് കൂടിയവൻ, കോടി ഗുണങ്ങളാൽ ഈശ്വരനായവൻ. അവിടെ എല്ലാം ഉണ്ട്. അവിടെ അഹങ്കാരമില്ല, സ്വാർത്ഥമില്ല, അസൂയയില്ല, എല്ലാം ഉപകാരം, എല്ലാം നിഷ്കാമ കർമ്മ. ഒന്നും ആശിക്കാതെ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക. എന്താ ഉള്ളത് അത്? പണമുണ്ടോ? പണം അവരങ്ങനെ പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കും, മറ്റുള്ളവർക്ക് സഹായം ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്നും അവർ തിരിച്ചാശിക്കില്ല. അറിവുണ്ടോ? അവരത് പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കും. അതായത് എൻ്റെ അടുത്തൊരു അറിവുണ്ടെങ്കിൽ അതിന് പണം മേടിച്ചിട്ട് പകർന്നു കൊടുക്കുന്നവരല്ല. അങ്ങനത്തെവർ ഈ ഒരു അറിവിനെ പകർന്നു കൊടുക്കാൻ പണം ഒരിക്കലും ആശിക്കാത്ത ജന്മം എടുക്കാൻ ഇനി ഒരുപാട് ജന്മങ്ങൾ എടുക്കണം. അതായത് നിമ്നസ്ഥായിയിൽ നിന്ന്, നിമ്നസ്ഥിതിയിൽ, അതായത് താഴെ സ്ഥിതിയിൽ നിന്ന് ഉയർന്നു വരണമെങ്കിൽ 10, 400, 500 ജന്മങ്ങൾ എടുക്കണം മനുഷ്യനായിട്ട്. ഒരു സംഗീതം പഠിക്കാൻ, സംഗീതം അറിഞ്ഞിട്ട് അത് പകർന്നു കൊടുക്കുമ്പോഴാണ് അത് അഭിവൃദ്ധിപ്പെടുന്നത്. കൊടുക്കും തോറും കൂടി വരും. സംഗീതം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉള്ളത് എൻ്റെ അടുത്തുള്ള അറിവ് ഞാൻ കൊടുക്കട്ടെ, അതിനും പണം. വേറെ എന്തിനും, ഏതൊരു വിദ്യ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും പണത്തെ ആശിക്കുന്നവർ ഒരിക്കലും ഭൂമിയുടെ അഭിവൃദ്ധിയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ അഭിവൃദ്ധിയോ ലക്ഷ്യമല്ല അവർക്ക് പണം വർദ്ധിപ്പിക്കുക, പണം സമ്പാദിക്കുക. അതിനുള്ളൊരു ഉപാധിയാണിത്, ഒരു മാർഗം. മറ്റുള്ളവരെ ആകർഷിക്കാനുള്ളൊരു ഇര മാത്രമാണ് അവരുടെ ടാലൻറ്റ്. സോ അങ്ങനത്തെവരിൽ നിന്നും എല്ലാം വ്യത്യസ്തമാണ് പ്രൗഢാത്മാവ്. കംപ്ലീറ്റ് പക്വത വന്ന വിവേകമുള്ള സ്ഥിതി. അതിനുശേഷം ആണ് വൃദ്ധാത്മാവ്. വൃദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ വൃദ്ധരായവരെന്താണ്, ഈ ശൈശവാത്മാവും ബാല്യാത്മാവും യൗവനാത്മാവും പ്രൗഢാത്മാവും ഒക്കെ ആയിട്ട് എല്ലാ സ്റ്റേജിലും എല്ലാ ഘട്ടങ്ങളിലുമുള്ള അനുഭവങ്ങളുടെ ഒരു കംപ്ലീറ്റ് സാരം. വൃദ്ധാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്നെ കൊണ്ട് പറ്റില്ല, അത് എന്താ വരണിച്ചാൽ വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരിത്. അവിടെ ഒരു സാക്ഷി തത്വമുണ്ട്. അതായത് അനുഭവങ്ങളുടെ ഒരു സർവ്വസമ്പത്ത് അവരുടെ അനുഭവ സാരം, അനുഭവജ്ഞാനമുണ്ട്. സോ ഇവരുടെ ഈ ഒരു ഘട്ടത്തിൽ അവർ കംപ്ലീറ്റ് ഭക്തി മാർഗത്തിലൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ധ്യാന മാർഗത്തിൽ, ആധ്യാത്മിക മാർഗത്തിലൊക്കെ സഞ്ചരിക്കും വരും. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ദൈവഭയം, ദൈവഭക്തി, എല്ലാവരിലും ആ ദൈവത്തെ കാണുവാനുള്ള ആ ഒരു ബോധം അവരിലുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥിതിയിൽ വെച്ചിട്ടാണ് അവർക്ക് ഒരു തേർഡ് ഐ ആക്ടിവേഷനൊക്കെ സ്റ്റാർട്ട് ആവുന്നത്. അതായത് വയസ്സായ സമയത്താണല്ലോ ഇവർ ആധ്യാത്മിക മാർഗത്തിലേക്ക് ഒരുപാട് പേര് ഇനി എൻ്റെ ജീവൻ എന്തൊക്കെ, അതായത് മരണത്തിലേക്ക് കാല് നീട്ടിയിരിക്കുമ്പോഴല്ല ആധ്യാത്മികതയിലേക്ക് പ്രവേശിക്കേണ്ടതെന്നവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പലരും ആ ഒരു ചോരത്തിളപ്പൊക്കെ നശിച്ചു പോകുമ്പോൾ, ആ ഒരു യൗവനമൊക്കെ നശിച്ചു പോകുമ്പോഴാണ് ഇനി ദൈവമേ രാമ രാമ നാരായണ നാരായണ എന്ന് പറഞ്ഞിട്ട് വരുന്നത്.
അങ്ങനെയുള്ള ഒരു സമയം, അതായത് ഇനി എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഇനി എന്നെ കൊണ്ട് കഴിയാവുന്നത് ഇത് മാത്രം എന്നുള്ള ഒരു സ്ഥിതി. സോ അപ്പോൾ ആ ഒരു ഇതിനെ നമ്മളിവിടെ ഉപമിക്കുമ്പോൾ വൃദ്ധാത്മാവ്, അത്യുന്നതമായ ആത്മാവ്, ഒരുപാട് ജന്മങ്ങൾ എടുത്ത്, അതായത് ശൈശവാത്മാവിലും ബാലാത്മാവിലും യവനാത്മാവിലും പ്രൗഢാത്മാവിലൊക്കെ ഒരുപാട് 100ഓളം ജന്മങ്ങളെടുത്ത് ഉയർന്ന സ്ഥിതി. അപ്പോൾ അത് വളരെയധികം വിവേകമുള്ള സ്ഥിതി, സാക്ഷിതത്വം. അതിനുശേഷമാണ് അടുത്തത് 6ാമത്തത് വിമുക്താത്മാവ്. അപ്പം ഈ എന്താ പറയുക, ഈ ഒരു വൃദ്ധാത്മാവ് എന്ന് പറയുന്നത് വിശുദ്ധ ചക്രമാണ്. വിശുദ്ധ ചക്രം എന്ന് പറഞ്ഞാൽ നല്ല വാക്കുകൾ, വിശുദ്ധ ചക്രം, അതായത് ശുദ്ധി നിറഞ്ഞ, അവർ ശുദ്ധി ചെയ്തുകൊണ്ടിരിക്കും. അതായത് സത്പ്രവൃത്തികളാലും സന്മാർഗത്തിലുള്ള ആ ഒരു ജീവിതത്തിൻ്റെ യാത്രയിലൂടെയും നല്ല നല്ല കാര്യങ്ങളിലൂടെയും ആധ്യാത്മിക സാധനയിലൂടെയെല്ലാം അവരെ ശുദ്ധി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ആ വിശുദ്ധ ചക്രം എന്ന് പറയുന്നത്. അവരവർ സ്വയം ശുദ്ധീകരിക്കുന്ന സ്ഥിതി. അവിടുന്ന് 6ാമത്തതാണ് വിമുക്താത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സ്വയം ഗതജന്മങ്ങളാൽ നമ്മൾ ക്യാരി ചെയ്തു പോന്നിട്ടുള്ള എല്ലാ ദുഷ്കർമ്മങ്ങളിൽ നിന്നും, എല്ലാ നീചമായിട്ടുള്ള കർമ്മങ്ങളിൽ നിന്നും, എല്ലാ ഒരു പാസ്റ്റ് ലൈഫിലുള്ള ആ ഒരു ഗതജന്മ സംസ്കാരങ്ങളെ ഒക്കെ നമ്മൾ ധ്യാന സാധനയിലൂടെ, ആധ്യാത്മിക മാർഗത്തിലൂടെയുള്ള നമ്മുടെ ജീവിതത്തിൽ നിന്നും ആധ്യാത്മിക സാധനങ്ങളിലൂടെ കഴുകി കളഞ്ഞിട്ട് സ്വയം വിമുക്തി നേടിയിട്ട് മറ്റുള്ളവരെ കൂടെ വിമുക്തി മാർഗത്തിലേക്ക് നയിപ്പിക്കുന്ന, അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന, അവരെ നിരന്തരം ആ സന്മാർഗത്തെക്കുറിച്ചും ധ്യാന സാധനയെക്കുറിച്ചും അഹിംസായുധമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചും, ജീവഹിംസ മഹാപാപമാണ്, ഒരിക്കലും മാംസാഹാരം കഴിക്കരുത്, ഒരു ജീവിയെയും കൊല്ലരുത് എന്നൊക്കെയുള്ള സത്യവാക്ക് പരിപാലന, സത്യവാക്ക് പരിശോധന, സത്യപ്രചാരം ചെയ്യുന്നവരാണ് വിമുക്താത്മാക്കൾ. ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഇപ്പോൾ അടുത്തതായിട്ട് ഞാൻ പറയുന്നത് സർവാത്മാവിനെ കുറിച്ചിട്ടാണ്. ഈ വിമുക്താത്മാവിൻ്റെ ആജ്ഞാചക്രസ്ഥിതിയാണ്, അതായത് തേർഡ് ഐ. അതായത് ഈ വിമുക്താത്മാക്കൾക്ക് തേർഡ് ഐ ആക്ടിവേഷൻ ഉണ്ടാവും. അവർക്ക് തേർഡ് ഐ വിഷൻസ് പക്ക ക്ലിയർ ആയിട്ടുണ്ടാവും. എന്തും അവർക്ക് മുൻകൂട്ടി കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ളവരാണ് സ്വയം വിമുക്തി നേടിയവർ. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവരെ വിമുക്തി മാർഗത്തിലേക്ക് നയിക്കാനുള്ള അർഹത അവർക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് സർവാത്മാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഭൂമിയുടെ ആത്മചൈതന്യ വിസ്താരത്തിനായി, ഈ ഒരു സൃഷ്ടി കല്യാണത്തിനായി ഒരു അവതാരം എടുത്തു വരുന്ന സഹസ്രാര ചക്രസ്ഥിതിയിലുള്ള അത്യുന്നത ആത്മാക്കളെയാണ് സർവാത്മാ എന്ന് പറയുന്നത്. ഇവർ കേവലം ജന്മം വേണം എന്ന് വെച്ചിട്ട് എടുക്കണം, അവർക്ക് ജന്മം എടുക്കാനുള്ള ആവശ്യമേ ഇല്ല. പക്ഷേ ഭൂമിയെ രക്ഷിക്കുവാൻ, ഈ പഞ്ചഭൂതങ്ങളെ, ഈ സമസ്ത സൃഷ്ടിയെയും രക്ഷിക്കുവാൻ വേണ്ടി, അവരുടെ സന്മാർഗങ്ങളിൽ നയിക്കുവാൻ വേണ്ടി, സത്യമാർഗങ്ങളിലൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള, യാതൊന്നും ആശിക്കാതെ ആ ദൈവം വീണ്ടും മനുഷ്യ ജന്മം എടുക്കുന്ന, അവതാരം എടുക്കുന്ന ഒരു സ്ഥിതിയാണ് സർവാത്മാവ് സ്ഥിതി. അതായത് സഹസ്രാര സ്ഥിതിയിൽ നിന്നും ഇറങ്ങി വരികയാണ്. സഹസ്രാര സ്ഥിതി എന്ന് പറഞ്ഞാൽ ഹയ്യർ ഡയമെൻഷൻ സോൾസ് ആണ് അവർ. അവിടുന്ന് അവർ ഈ ഒരു ലോ ഡയമെൻഷൻ ഈ ഭൂമിയിലേക്ക് അവർ ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്ഥിതിയിലേക്ക് ഒരു മനുഷ്യനായി അവതരിക്കുകയാണ് ചെയ്യുന്നത്. ശ്രീ ബുദ്ധ ഭഗവാൻ, ശ്രീ കൃഷ്ണ പരമാത്മാവ്, ജീസസ് ക്രൈസ്റ്റ്, അള്ളാഹു, അതായത് മുഹമ്മദ് നബി, ഇവരെല്ലാം സർവാത്മാക്കളാണ്. ഈ ഒരു എപ്പിസോഡ്, അതായത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്രദമാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്കും അത് സ്വയം തോന്നുകയാണെങ്കിൽ പ്ലീസ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് എന്നുള്ളത് റെഡ് കളറിലാണ് കാണുക. അതൊന്ന് തൊട്ടാൽ അത് പെട്ടെന്ന് ആ റെഡ് കളർ മാഞ്ഞു പോകും. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബെൽ ബട്ടണും കൂടെ ഒന്ന് തൊടണം കേട്ടോ. എന്നിട്ട് ഓൾ എന്നും തൊടണം. അപ്പോഴല്ലേ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ എന്താ പറയണമെന്ന് വെച്ചാൽ, ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള നോളജാണ് ഷെയർ ചെയ്യുന്നത്. സോ ഇതിൻ്റെ എല്ലാം അടിസ്ഥാന ഉദ്ദേശം എന്ന് പറയുന്നത് നന്മ തന്നെയാണ്. ഞാൻ ഒന്നും ആരിൽ നിന്നും ആശിക്കുന്നില്ല. ഞാൻ അറിഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു തരിക എന്നുള്ള ഏറ്റവും നല്ലൊരു ആലോചന മാത്രമാണ്. ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു മനസ്സ് കാണിക്കണം എന്നുള്ളത് ഈ ഒരു സഹോദരിയുടെ ഒരു റിക്വസ്റ്റ് ആയിട്ട്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെയല്ലേ നമുക്ക് നന്മ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഏത് നന്മയും നമ്മൾ ചെയ്യണം. ഏതൊരു നന്മയെയും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കഴിവ് അതുപോലെ നമുക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മളുടെ ആധ്യാത്മിക അഭിവൃദ്ധി, ആ ദൈവത്തിലേക്കുള്ള യാത്ര ഈസിയാകുന്നത്? സോ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ നമുക്ക് മറ്റുള്ളവർക്ക്, ഞാൻ അറിഞ്ഞത് പോരാ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുള്ള ഹൃദയ വിശാലതയോട് കൂടി മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്.